ഏതു നേരവും തഴുകിയെത്തുന്ന കുളിർക്കാറ്റ്, ഇടയ്ക്കിടെ എത്തുന്ന കോടമഞ്ഞ്, പിന്നെ നൂൽമഴയും. ഇലവിഴ പൂഞ്ചിറയെ സുന്ദരിയാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. സഞ്ചാരികളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മലമുകളിലുള്ളത്. കേട്ടറിഞ്ഞ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഈ ഇലവിഴ പൂഞ്ചിറയിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഞങ്ങൾ വന്നിട്ടുള്ളതിൽ വെച്ച് ഈ മലപ്രദേശത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്. ഞങ്ങളതിൻ്റെ നമ്മളതിൻ്റെ എൻഡ് വരെ ഞങ്ങൾ പോയി. വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഒരു 11 യങ്സുള്ള ഒരു ഗ്രേറ്റ് ചെന്നവിലി എന്ന് പറയുന്നൊരു ടീമിൻ്റെ മെമ്പേഴ്സാണ് ഞങ്ങൾ. എല്ലാ വർഷവും ഞങ്ങൾ ഇതേ കണക്ക് ഇങ്ങനെ വരാറുണ്ട്. പക്ഷേങ്കിൽ ഇത് ഞങ്ങൾക്കൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഈ ഇലവിഴ പൂഞ്ചിറയിൽ വന്നത്. വളരെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ മേലെയാണ്. അതിന് പറയാനായിട്ട് ഞങ്ങൾക്ക് വാക്കുകളില്ല. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് താമസിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ അക്കാലത്ത് ഭീമസേനൻ പാഞ്ചാലിക്ക് കുളിക്കാനായി നിർമ്മിച്ചു നൽകിയെന്ന് പറയപ്പെടുന്ന കുളവും ഇലവിഴ പൂഞ്ചിറയ്ക്ക് മാത്രം സ്വന്തമാണ്. കുളം കാണാനായി മാത്രം ഇവിടേക്ക് എത്തുന്നവരുമുണ്ട്. മഴ ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക്. പക്ഷേ മഴ ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ്. മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചു. മഴയൂടെ എൻജോയ് ചെയ്യണമെന്നുള്ളത് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തത്. നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല രീതിയിൽ വെയിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഒരു കാലാവസ്ഥയാണ്. ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. നല്ല ഒരു സ്ഥലമാണ്. എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല ഒരു പ്ലേസാണ്. ജീപ്പും ബൈക്കും മാത്രം എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് ഇവിടം. താഴെ നിന്ന് മലമുകളിലേക്കുള്ള ജീപ്പ് യാത്രാ സവാരിയും ആസ്വാദ്യകരമാണ്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ പ്രദേശങ്ങളും ആയിരക്കണക്കിന് അടി താഴെയായി മലങ്കര അണക്കെട്ടും കാണാനാകും. എന്നാൽ മഴക്കാലത്ത് മനോഹാരിതയ്ക്കപ്പുറം ഏത് നിമിഷവും ഇടിവെട്ടേൽക്കുന്ന ഇടം കൂടിയായതിനാൽ സഞ്ചാരികൾ ഏറെ ജാഗ്രത പുലർത്തണമെന്ന് മാത്രം. കരിഞ്ഞുണങ്ങിയ പുൽനാമ്പുകൾ പച്ചവിരിച്ചതോടെ ഇലവിഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. കണ്ണിനും മനസ്സിനും സഞ്ചാരികൾക്ക് ഒരുപോലെ നവ്യാനുഭവം പകരുന്ന ഇടം കൂടിയാണ് ഈ പ്രദേശം. വരും ദിവസങ്ങളിലും ഇലവിഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികൾ കൂടുതൽ എത്തുമെന്നുറപ്പ്. ഇടുക്കിയിൽ നിന്നും സാഗർ, ന്യൂസ് 18.